നമ്മൾ ഈ സൂയിസൈഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും എപ്പോഴും വിചാരിക്കുക ഭയങ്കര എന്തോ റീസണും ട്രോമയും ഭയങ്കര ഹോപ്പ്ലെസ്നെസ്സും വർത്ത്ലെസ്നെസ്സും ഒക്കെ ഫീൽ ചെയ്താലാണ് ആളുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളിലൊക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് കേൾക്കാറുണ്ട്, ഇത് വാങ്ങിക്കൊടുത്തിട്ട് കൊടുക്കാത്തത് കൊണ്ട് സൂയിസൈഡ് ചെയ്തു, ഇത് കിട്ടാത്തത് കൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ കഥകൾ കേൾക്കാറുണ്ട്. ശരിക്കും ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അഥവാ പാരൻസ് കുട്ടികളെ വല്ലാതെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരാഗ്രഹിക്കുമ്പോഴേക്കും ഇത് അവർ നേടിക്കൊടുക്കും, വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇതൊരിക്കൽ കിട്ടാതാവുമ്പോൾ ഉണ്ടാകുന്ന ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അവർക്കത് കിട്ടാത്തതായിരിക്കില്ല അതിനേക്കാൾ വിഷമം. കിട്ടിക്കൊണ്ടിരുന്ന സോഴ്സിൽ നിന്നൊരു ബിട്രയൽ ഉണ്ടാകുമ്പോൾ വല്ലാത്ത പെയിനായിരിക്കും. അപ്പോൾ കുട്ടികളുടെ ഡിസിഷൻസ് ഇമ്പൾസീവ് ആയിരിക്കും, അവരുടെ ചിന്തകൾ വളരെ പക്വമായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും അവരുടെ തോട്ടിൽ എവിടെയെങ്കിലും ഇതാവുന്നുണ്ടെങ്കിൽ അവർ ഇമ്പൾസീവായിട്ട് അത് ചൂസ് ചെയ്യും അപ്പോഴത്തെ ഇമോഷൻ്റെ പുറത്ത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്താഗ്രഹിക്കുമ്പോഴും അത് കൊടുക്കണം. അത് കൊടുക്കേണ്ട ആളുകൾ തന്നെയാണ് പാരൻസ് എന്ന് പറയുന്നത്. പക്ഷേ അത് കൊടുക്കുന്നതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ടാവണം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്താലേ കിട്ടൂ എന്ന് കുട്ടി മനസ്സിലാവണം. അത് മാത്രം പോരാ, ചിലത് വെയിറ്റ് ചെയ്താലും കിട്ടാതിരിക്കുകയും ചെയ്യുന്നു കുട്ടികൾ മനസ്സിലാക്കണം. ഈ ലോകം എല്ലാം നൽകുന്ന, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ലോകമാണെന്ന് തോന്നുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലത് കിട്ടാതിരിക്കുന്ന, ചിലത് വഴുകി കിട്ടുന്ന ലോകമാണെന്ന് കൂടി മനസ്സിലാക്കൽ.